യുത്ഇം റഅതഹു ഇല്ലാ തഹ്വായിൽ ഫീമാ തഹ്വാ ഇല്ലാ കബ്ബഹുല്ലാഹു ഫിന്നാർ. നോക്കൂ, ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അസ്ബഹ റജുലുൻ യുത്ഇം ഇംറാഅതഹു, ഒരാൾ തന്റെ ഭാര്യക്ക് വഴിപ്പെട്ടുകൊണ്ടേയിരുന്നു, ഫീമാ തഹ്വാ, അയാൾ അവളുടെ ശ്രദ്ധിക്കണില്ലേ പറഞ്ഞത്, അവളുടെ മനസ്സിന്റെ താല്പര്യം എന്തോ അത് മുഴുവനും അവൻ നടത്തി കൊടുക്കും. ആ രൂപത്തിലാണ് അവന്റെ രീതിയെങ്കിൽ ഇല്ല കബ്ബഹുല്ലാഹു ഫിന്നാർ, അവൻ അങ്ങനെ തന്നെ അള്ളാഹു അവനെ നരകത്തിൽ മുഖം കുഴ്ത്തി വീഴ്ത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ ഹൈബത്തിനെ നശിപ്പിക്കുന്ന വിധത്തിലേക്ക് അത് തരം താഴ്ന്നു പോകാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഭാര്യയുടെ അടിമ നശിച്ചു പോയിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവൾ എന്ത് പറഞ്ഞാലും അവൾ ഏത് കളിക്ക് പറഞ്ഞാലും അംഗീകരിക്കുക, അവൾ എങ്ങനെ മോശമായി പെരുമാറാൻ പറഞ്ഞാലും പെരുമാറുക, അവൾക്ക് വേണ്ടി അവൻ ഏത് അനാവശ്യവും ചെയ്യുക, അവൾക്ക് സിനിമക്ക് പോകണമെങ്കിൽ സിനിമക്ക് പോവുക. പർദ്ദയിട്ട് സിനിമാളിന്റെ മുന്നിൽ നിൽക്കുന്ന പല ആളുകളെയും കാണാം. പർദ്ദയോട് കൂടെ ഭാര്യയെ തെണ്ടിക്കാൻ വേണ്ടി സിനിമാളിലേക്ക് കൊണ്ടുവന്നതാ. കോഴിക്കോടും അങ്ങനെ രീതി ഉണ്ടോ എന്ന് തോന്നിപ്പോവുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇത്തരം നാശത്തിലേക്ക്. ഭാര്യ പറഞ്ഞതിനനുസരിച്ച് വഴിപ്പെടുക, എന്നാൽ അള്ളാഹു അവനെ അങ്ങനെ തന്നെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി എന്ന് സയ്യിദുനാ ഹസൻ ഭാര്യയുടെ അടിമ നശിച്ചിരിക്കുന്നു എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ നമ്മൾ ചിന്തിക്കണം, അത് വളരെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാ. അറബി പെണ്ണുങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. കേട്ടോളൂ. ഇത്ഹാഫിൽ ബഹുമാനപ്പെട്ട ഇമാം മുഖ്തദ സബീദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. ഇന്നും അതുണ്ടോ എന്നൊരു സംശയം. അറബി പെണ്ണുങ്ങൾ പെൺകുട്ടികളെ വിവാഹ സമയത്ത് പഠിപ്പിക്കുമായിരുന്നു അത്രേ. എങ്ങനെ? തുടക്കത്തിൽ തന്നെ നീ അയാളെ പരീക്ഷിച്ചിട്ട് അയാളെ കീഴ്പ്പെടുത്തുക, എന്നാൽ പിന്നെ അവനെ നിനക്ക് കഴുതയെ പോലെ ഉപയോഗിക്കാം എന്ന് നല്ല പോലെ ചിന്തിക്കണം. ഇത്ഹാഫിൽ പറയുന്നുണ്ട്, തുടക്കത്തിൽ തന്നെ കഴുതയായി കാണിച്ചു കൊടുക്കരുത്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവൻ കാര്യത്തിന്റെ മുഴുവനും അധികാരിയാ. നോക്കൂ, അറബ് പെണ്ണുങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിച്ചിരുന്നു ഇഖ്തിബാറുൽ അസ്വാജി, തുടക്കത്തിൽ തന്നെ ഭർത്താക്കന്മാരെ പരീക്ഷിക്കണമെന്ന്. കാനത്തിൽ ഉമ്മമാര് പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇഖ്തബിരി സൗജക്കി, തുടക്കത്തിൽ തന്നെ ഭർത്താവിനെ നീ പരീക്ഷിക്കുക. നീ അവനെ ആക്രമിക്കുന്നതിന് മുമ്പ് അവനെ നീ ഒന്ന് പരീക്ഷിക്ക. ആദ്യം ഒന്നാമത്തേത് എന്തെങ്കിലും നിസ്സാരം കൊണ്ട് അവന്റെ കുന്തത്തിന്റെ മുന നീ ആദ്യം തന്നെ ഒടിച്ചു കളയുക. അതായത് ഒരു നിസ്സാരമായ വാശി പിടിച്ചിട്ട് തുടങ്ങി നോക്കുക, എന്നിട്ട് ആ വാശിക്ക് ആദ്യം അവനെങ്ങോട്ട് വഴിപ്പെടുത്തുക. ഒന്നാമത്തെ വാശയിൽ അവൻ അടങ്ങുന്നുണ്ടോ എങ്കിൽ അവന്റെ തന്നെ പരിചയം എടുത്തിട്ട് അവന്റെ ഇറച്ചിയെ മുറിക്കുക. അതൊരു പ്രയോഗമാണ്. രണ്ടാമതായി ആദ്യം അവന്റെ കുന്തത്തിന്റെ മുനയൊടിക്കുക, അവന്റെ ആ വലുപ്പത്തനം ലേശം ഒന്ന് പൊട്ടിക്കുക. നിന്റെ ഒരു ലേശം ഒന്നിങ്ങനെ നിനക്ക് വേണ്ടി ഒരു ചെറിയ വാശി, ആ വാശിക്ക് വഴിപ്പെടുത്തുക. പിന്നെ രണ്ടാമതായി ഒന്നുകൂടെ വാശി പിടിക്കാന്നുള്ള സാരം. ഫൈൻ സക്കത്ത, അതിനവൻ അടങ്ങാണെങ്കിൽ അവന്റെ തന്നെ വാളെടുത്തിട്ട് അവന്റെ എല്ലിനെ നിനക്ക് മുറിച്ചു കളയാം. ഫൈൻ സക്കത്ത, ഇനിയും അവൻ അടങ്ങിയാൽ ഫജഅലിൽ ഇകാഫ അലാ ലഹ്രിഹി. ഇക്കാഫ് എന്നാൽ കഴുതയുടെ പുറത്തേക്കിടുന്ന വസ്ത്രമാണ്. ആദ്യം തന്നെ പൂർണ്ണമായി അവനെങ്ങോട്ട് വഴിപ്പെടുത്തിയാൽ പിന്നെ കഴുതപ്പുറത്തിടുന്ന ഇക്കാഫ് അവന്റെ പുറത്തേക്കിടാം. ഫൈന്നമാഹു അഹിമാറുക്കി, അതോടുകൂടെ അവൻ നിന്റെ കഴുതയാകും എന്ന് അറബ് പെണ്ണുങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഇത്ഹാഫ് സാദത്തിൽ മുത്തഖീൻ ബഹുമാനപ്പെട്ട ഇമാം മുഖ്തദ സബീദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, പരിധി വിട്ട് കളിച്ചിട്ട് അവനവന്റെ ഹൈബത്തിനെയും അവനവന്റെ റുജൂലിയത്തെ ആണത്തത്തിനെയും നശിപ്പിക്കുന്ന വിധത്തിലേക്ക് പോകാൻ പാടില്ല എന്നാണ്.
മഹാനായ സയ്യിദ്നാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അതിന് കുട്ടികളെ പോലെയൊക്കെ ആയി കൊടുക്കണം. പക്ഷേ ആണാകേണ്ടടത്ത് നീ ആണായി നിന്ന് കൊടുക്കണമെന്ന് സയ്യിദ്നാ ഉമർ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് മൂടുക. കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു തഖ്ബീല അലാ ലിസൗജതി. ഭാര്യമാരെ ചുംബിക്കുന്നത് ഏറ്റവും അധികരിപ്പിക്കുന്ന സ്വഭാവം റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം 3 റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? നമുക്ക് പിന്നെ അതിലൊന്ന് മാത്രമേ വലിയ താല്പര്യം ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി 3 വെറും ഒന്ന് മാത്രം ലാഭമായിട്ട് വിചാരിച്ച് നടക്കണ്ട. ഏതാ? സലാസത്തുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്വീബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്സലാ. ഒന്ന് അത്വീബു, സുഗന്ധം, എപ്പോഴും സുഗന്ധം പൂശ. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. വന്നിസാഉ, എൻ്റെ ഭാര്യമാർ. സുഗന്ധത്തോടെ എനിക്ക് താല്പര്യമാ, എൻ്റെ ഭാര്യമാരോട് എനിക്ക് താല്പര്യമാ. വഖുറത്തു ഐനി ഫിസ്സലാ, സുജൂദിൽ നിസ്കാരത്തിൽ കിടക്കലും നമസ്കാരത്തിലായി നിൽക്കലും എനിക്ക് താല്പര്യമാണ്. എനിക്ക് ഏറ്റവും താല്പര്യം 3 കാര്യമാണെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1 സുഗന്ധം, 2 ഭാര്യമാർ, 3 നമസ്കാരം. മനസ്സിലായില്ലേ? അതിൽ 3ൽ പെടുത്തിയിട്ടുണ്ട് എന്തിനെ? ഭാര്യമാരെ. കാന യുക്സിറു തഖ്ബീല, ഭാര്യമാരെ വളരെയേറെ ചുംബിച്ചിരുന്ന ആളായിരുന്നു ഹബീബായ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം. കാന യമുസ്സു ലിസാന സൗജതിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ചുംബിക്കുക, അതുപോലെ അവരെ സന്തോഷിപ്പിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുക. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. ആ ഭാഗമൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു. കാന യലഉഫാഹു അലാ മൗലി ഫൗമി ആയിഷത ഫീമാ തൗകുലുഹുൽ ലഹ്മു. ഇറച്ചി കടിച്ചിട്ട് ആ ഇറച്ചി അങ്ങനെ തന്നെ ആയിഷ ബിബി കൊടുക്കും. ആർക്ക്? റസൂലിന് കൊടുക്കുകയാണെങ്കിൽ അത് ബറക്കത്തെന്ന് വിചാരിക്കാം. ഇത് കൊടുക്കുകയാണ് ആർക്ക്? ഇറച്ചി കടിച്ചിട്ട് ഇറച്ചിയുടെ കുറകെ ഇങ്ങനെ കടിക്കും, എന്നിട്ട് അത് അങ്ങനെ തന്നെ കൊടുക്കും. ആർക്ക്? ഹബീബായ നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി എന്തെയും ആയിഷ ബിബി പറയാ, എന്റെ വായി എവിടെയാണോ വെച്ചത് അവിടെ നബി കടിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറഞ്ഞത്? സ്നേഹത്തിന്റെ ഒരു ഉദാത്തത മനസ്സിലായില്ലേ? ഇറച്ചിയുടെ കുറകെ കടിക്കും, എന്നിട്ട് അങ്ങനെ തന്നെ ആയിഷ ബിബി കൊടുക്കും. ആയിഷ ബിബി കടിക്കും, എന്നിട്ട് ഹബീബായ നബി കൊടുക്കും ഇങ്ങോട്ട്. റസൂലുള്ള സ്വന്തം വായി വെക്കും. അലാ മൗലിഇ ഫിയ്യ, ഞാൻ എവിടെയാണോ വായി വെച്ചത് അവിടെയാണ് നബി കടിക്കുക. അങ്ങനെ അവിടെ തന്നെ വാങ്ങി കടിക്കും. അങ്ങനെ തന്നെ അപ്പുറത്തുനിന്ന് കടിച്ചാൽ മതിയല്ലോ, അവിടെ തന്നെ അടിക്കും. എന്തിനെ പരമാവധിയുള്ള സ്നേഹപ്രകടനം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയൂതാ ബിൽഇനാഇ ഫഅശ്റബു മിൻഹു വഅന ഹൈലുൻ സുമ്മ യഖുലുഹു ഫയലഉഫാഹു അലാ മൗലിഇ ഫിയാ. ലസണ്ട് ചിന്തിക്കണം. ആർത്തവക്കാരിയായ സാഹചര്യത്തിൽ പോലും എന്നെ കൊണ്ട് കുടിപ്പിക്കും. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രം വാങ്ങും. ഞാൻ എവിടെയാണോ കുടിച്ചത് അവിടെ റസൂലുള്ളാഹി വായി വെച്ച് കുടിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിം. എങ്ങനെ ചിന്തിക്കണം. ശാരീരിക ബന്ധമല്ലാത്ത മറ്റു കാര്യങ്ങൾ മുഴുവനും ചെയ്യും. ശ്രദ്ധിക്കണം. ഇന്നും നമ്മളെ നാട്ടിൽ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള രീതി എന്താ? നമ്മളെ നാട്ടിലെ വലിയ